വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുമെന്ന ഇസ്രയേൽ ധനമന്ത്രിയുടെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ച UAE. പ്രസ്താവന പ്രകോപനവും അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെ ലംഘനവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. വെസ്റ്റ് ബാങ്ക് അടുത്ത വർഷം പിടിച്ചെടുക്കുമെന്നും US-ൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് അതിനുള്ള അവസരമാണ് എന്നുമുള്ള ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് UAE രംഗത്തെത്തിയത്. പലസ്തീൻ പ്രദേശങ്ങളുടെ സ്വഭാവം മാറ്റിമറിക്കാനുള്ള പ്രകോപനപരമായ എല്ലാ പ്രസ്താവനയും തങ്ങൾ തള്ളിക്കളയുന്നു. അന്താരാഷ്ട്ര പ്രമേയങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രസ്താവന. മേഖലയിലെ സംഘർഷം വിപുലപ്പെടുത്താൻ മാത്രമേ അത് സഹായിക്കൂവെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. പ്രശ്നപരിഹാരത്തിനുള്ള ഏകമാർഗം ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ്. സ്വതന്ത്ര പലസ്തീൻ രൂപവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണ്. ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തെ ഇല്ലാതാക്കുന്ന എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കണമെന്നും റിലീജിയസ് സയനിസം പാർട്ടിയുടെ പ്രതിവാര യോഗത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇസ്രായേൽ മന്ത്രിയുടെ പരാമർശങ്ങൾ. വെസ്റ്റ് ബാങ്കിൽ പരമാധികാരം സ്ഥാപിക്കാൻ ഒരു ചുവട് മാത്രം അകലെയാണ് നമ്മൾ. ഈ വർഷം നമ്മൾ അധികാരം സ്ഥാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സെറ്റിൽമെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം വടക്കൻ ഗാസയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെയും ബലമായി കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടപടി തുടങ്ങിയിരുന്നു. വടക്കൻ ഗാസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നും അറിയിച്ചു. ട്രംപ് അധികാരമേൽക്കും മുൻപ് ഇത് പൂർത്തിയാക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ജബാലിയ ബേത് ഹനൂൻ മേഖലയിൽ 70,000 പലസ്തീൻകാർ ശേഷിക്കുന്നുണ്ടെന്നാണ് UN കണക്ക്. ഹനൂനിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ പലസ്തീൻകാരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു. മറ്റു സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത്. ദേർ ബലാഹിലെ കഫറ്റേറിയയിലും വീടിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ജബാലിയയിൽ ഇന്നലെ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 24 ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ 100 കണക്കിന് പലസ്തീൻകാരും കൊല്ലപ്പെട്ടെങ്കിലും കൃത്യമായ കണക്ക് ലഭ്യമല്ല. വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യം പ്രവർത്തനത്തിന് 30 ദിവസത്തിനകം അവസരമൊരുക്കണമെന്ന് കഴിഞ്ഞ മാസം 13 US ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതെന്നും സഹായ വിതരണത്തിന് US ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്നും ഓക്സ്ഫാം, സേവ് ദ ചിൽഡ്രൻ, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ എന്നിവയടക്കം 8 ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. എന്നാൽ ജബാലിയയിലും ബെയ്ത് ഹാനൂനിലും 100 കണക്കിന് ഭക്ഷണപ്പൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ലബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി. ലബനനിലെ ഐൻ യാക്കൂവ് ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയും അനുബന്ധ സമിതികളും ഇസ്രായേലിന്റെ പങ്കാളിത്തം മരവിപ്പിക്കണമെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടു. ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 43,665 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 1,30,076 പേർക്ക് പരിക്കേറ്റു. ലബനനിൽ 3,243 പേരും കൊല്ലപ്പെട്ടു. ലബനാൻ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ വെടിനിർത്തലില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ തെക്കൻ ബെയ്റൂത്തിൽ പട്ടാപ്പകൽ വ്യാപക വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തി. രാവിലെ മുതൽ 12ലധികം തവണയാണ് ബെയ്റൂത്ത് നഗരത്തിനുമേൽ പോർവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത്. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തിരിച്ചടിച്ചതിനു ശേഷമായിരുന്നു ബെയ്റൂത്തിൽ ആക്രമണം കടുപ്പിച്ചത്. ബെയ്റൂത്തിന് തെക്കുകിഴക്കായി ബാൽഷ്മി ഗ്രാമത്തിൽ വ്യോമാക്രമണത്തിൽ 5 പേരും വടക്കുകിഴക്കൻ ലബനാനിലെ ഹെർമലിൽ ഒരാളും കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.